നമസ്കാരം ഏവർക്കും. കുറേ പ്രമുഖ വ്യക്തികളെ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടാം. ഇത് ചെമ്പിലരിയൻ. 1761 ഏപ്രിൽ 23 കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ചെമ്പിൽ തൈലംപറമ്പിൽ വീട്ടിൽ അയ്യപ്പൻ ലക്ഷ്മി ദമ്പതികളുടെ പുത്രനായി ജനനം. കങ്കുമരൻ എന്നായിരുന്നു പേര്. വിദ്യാഭ്യാസത്തിനൊപ്പം ചെമ്പ് കളരിക്കൽ പണിക്കലിൽ നിന്നും കളരിയും അഭ്യസിച്ചു. പിന്നീട് സ്വന്തമായി കളരി ആരംഭിച്ച കങ്കുമരൻ ആയില്യം തിരുനാൾ മഹാരാജാവിനെ കളരി അഭ്യസിപ്പിച്ചിരുന്നു. തിരുവിതാംകൂറിൻ്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്ന ബാലരാമവർമ്മ മഹാരാജാവ് കങ്കുമരൻ്റെ അഭ്യാസശേഷി മനസ്സിലാക്കി അദ്ദേഹത്തെ നാവികസേന പടത്തലവനാക്കി. അന്നത്തെ ദിളവ വേലുത്തമ്പി ദിളവയും കരസേനാ മേധാവി വൈക്കം പത്മനാഭപിള്ളയും കൊച്ചിയിലെ ദിവാൻ പാലിയത്ത് കോമിയച്ചനുമായിരുന്നു. ആയോധനകലയിൽ അഗ്രഗണ്യനായിരുന്ന കങ്കുമരന് കാവലും അകമ്പടി സേവകയും ചുങ്കമ്പിരിവും ഉൾപ്പെടെ അധികാരങ്ങൾ ലഭിച്ചത്. തിരുവിതാംകൂർ മഹാരാജാവാണ് കങ്കുമരന് അനന്തപത്മനാഭൻ വലിയ അരയൻ എന്ന പേരും പദവിയും നൽകിയത്. തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരം വേലുത്തമ്പി ദിളവയ്ക്ക് നൽകിയത് മെക്കാളപ്രഭുവിന് ഇഷ്ടമായിരുന്നില്ല. അദ്ദേഹം തിരുവിതാംകൂറിൻ്റെ കപ്പം ഇരട്ടിയാക്കി. നികുതി ഭാരം ജനങ്ങൾക്ക് താങ്ങാവുന്നതിനപ്പുറം ആയിരുന്നു. അതോടെ വേലുത്തമ്പി ദിളവ കപ്പം നിർത്തലാക്കി. ബ്രിട്ടീഷ് മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന് തിരുവിതാംകൂർ സേനയുടെ നായകനായിരുന്ന ചെമ്പിലരിയനെ ചുമതലപ്പെടുത്തി. അതിൻ്റെ തുടർച്ചയായിരുന്നു മെക്കാള പ്രഭുവിനെ കോട്ടയായ കൊച്ചി ബോൾഗാട്ടി പാലസ് ആക്രമണം. നിങ്ങളുടെ രാജ്യത്തോട് നിങ്ങൾ കൂറ് പുലർത്തുന്നത് പോലെ ഞങ്ങളുടെ രാജ്യത്തോട് ഞങ്ങൾ കൂറ് കാണിക്കുന്നത് തെറ്റാണോ? എൻ്റെ രാജ്യത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിക്കുമെന്നായിരുന്നു ചെമ്പിലരിയൻ ബ്രിട്ടീഷ് അധികൃതർക്ക് കൊടുത്ത മറുപടി. ബ്രിട്ടീഷുകാരെ ആക്രമിച്ചതിന് ചെമ്പിലരിയൻ തടവിലായി. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് കോടതി അവസാന ആഗ്രഹം ചോദിക്കുകയും മകളെ കാണണമെന്ന് അരയൻ മറുപടി നൽകുകയും ചെയ്തു. അതനുസരിച്ച് മകളെ കോടതിയിൽ എത്തിച്ചു. അച്ഛനെ വധിക്കാൻ പോവുകയാണെന്ന് കോടതി അറിയിച്ചപ്പോൾ അങ്ങനെയെങ്കിൽ അച്ഛൻ തുടങ്ങിവെച്ച പോരാട്ടം ഏറ്റെടുക്കുമെന്നായിരുന്നു മകൾ കോമച്ചിയുടെ മറുപടി. 1811 ജനുവരി 13 50-ാം വയസ്സിൽ വിട പറഞ്ഞു ചെമ്പിലരിയൻ. അതാണ് ഈ വീര. ഇത് റാണി റാസമണി. ലോകമാതാ റാണി റാസമണി മിഷൻ സ്ഥിതി ചെയ്യുന്നത് നിംബത്ത് സൗത്ത് 24 പർഗനാസ് പശ്ചിമ ബംഗാളിലാണ്. കാഞ്ചംപള്ളിയിലെ, അതായത് ഇന്നത്തെ നോർത്ത് 24 പർഗനാസ് എന്ന നാദിയുടെ അതിർത്തി പ്രദേശമാണിത്. കോണ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഹരേ കൃഷ്ണദാസ് എന്ന ഒരു മത്സ്യത്തൊഴിലാളി കർഷക കുടുംബത്തിലാണ് റാസമണി ദേവി ജനിച്ചത്. അവരുടെ അമ്മ റാംപ്രിയ ദേവി റാസമണി ദേവിക്ക് 7 വയസ്സുള്ളപ്പോൾ മരണപ്പെട്ടുപോയി. തുടർന്ന് ആ പ്രദേശത്തുള്ള ബാബു രാജചന്ദ്ര ദാസുമായി അദ്ദേഹം ഒരു വലിയ ജമീന്ദാറായിരുന്നു. ആ കുടുംബത്തിലെ അംഗമായി വിവാഹിതരായി. അവർക്ക് 4 പെൺമക്കളും ജനിച്ചു. 1836 ഭർത്താവിൻ്റെ മരണശേഷം ജമീന്ദാരുടെയും സാമ്പത്തിക കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം റാസമണി ഏറ്റെടുത്തു. റാണി ബ്രിട്ടീഷുകാരുമായി ഇന്ത്യയിൽ ഏറ്റുമുട്ടിയിരുന്നു. ഗംഗയുടെ ഒരു ഭാഗത്തെ കപ്പൽ വ്യാപാരം തടഞ്ഞുകൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തിന് ഭീഷണിയായ നദിയിലെ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന നികുതി നിർത്തലാക്കാൻ അവർ ബ്രിട്ടീഷുകാരെ നിർബന്ധിച്ചു. ഇത് ബേക്കൽ രാമഗുരു സ്വാമികൾ. 1864 ജനിച്ച അദ്ദേഹം കുന്നൂരു ഗ്രാമം എന്ന് പറയുന്ന സ്ഥലത്ത് ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ ഗുരു ശ്രീ പുരുഷോത്തമൻ വാദ്യാരായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ്റെ സമകാലികനും സുഹൃത്തുമായിരുന്നു ശ്രീ ബേക്കൽ രാമഗുരു സ്വാമികൾ. ശ്രീ വിഷ്ണുമഠം എന്ന ആശ്രമവും ബേക്കലിൽ പ്രവർത്തിച്ചിരുന്നു. ഈ ആശ്രമത്തിൽ 12 ശിഷ്യന്മാരോടൊപ്പം വിവിധ ആത്മീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുഴുകി ജീവിച്ചിരുന്നു. 1918 വൃശ്ചികം 4 അദ്ദേഹം സമാധിയായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിലൂടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു തീരദേശ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ അംഗമായിരുന്നു. ധീവര സമുദായങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള ആത്മീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വിവിധ ജന്മങ്ങളുണ്ട്. ഒരിക്കലും മായാത്ത അത്ഭുതമായി നിൽക്കുന്ന ഇവരെക്കുറിച്ച് പലപ്പോഴും പലർക്കും അറിയില്ല എന്ന് തന്നെ പറയാം. അവരിൽ ഒരാളാണെന്ന് ശ്രീ സുഗുണാനന്ദഗിരി സ്വാമികൾ. അദ്ദേഹം ഉന്നതങ്ങളിലേക്ക് ആത്മീയമായ പരമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒരു മഹത് വ്യക്തിത്വമായിരുന്നു. അതുപോലെ ഈ ധീവര സമുദായത്തിലെ മറ്റൊരു മഹത് വ്യക്തിയാണ് റാബു ബഹദൂർ ബിബി ഗോവിന്ദ്. അദ്ദേഹവും ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന അതുല്യമായ ഒരു പ്രതിഭ തന്നെയായിരുന്നു. പണ്ഡിറ്റ് KP കറുപ്പൻ എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരിൽ കണ്ടത്തിപ്പറമ്പിൽ പാപ്പുവിൻ്റെയും കൊച്ചുപെണ്ണിൻ്റെ മകനായി 1885 മെയ് 24 ജനിച്ചത്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ അദ്ദേഹം പൊരുതി.
പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം കൊടുങ്ങല്ലൂർ കോവിലകത്ത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം. കൊച്ചി രാജാവ് പ്രത്യേകം താല്പര്യമെടുത്തതിനാൽ സംസ്കൃതവും അദ്ദേഹത്തിന് പഠിക്കാനായി. 14 വയസ്സിൽ കവിതകൾ എഴുതി തുടങ്ങിയ അദ്ദേഹം 20ഓളം കാവ്യങ്ങൾ രചിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്നു. കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ, വിദ്വാൻ ബഹുമതിയും കൊച്ചി മഹാരാജാവ്, കവിതിലകൻ, സാഹിത്യ നിപുണൻ എന്നീ ബഹുമതികളും നൽകി ആദരിച്ചിട്ടുണ്ട്. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാലത്ത് നിലവിലിരുന്ന ജാതീയമായ ഉച്ചനീചിത്വങ്ങളെ വരച്ചു കാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ രചനയാണ് പ്രശസ്തമായ ജാതിക്കുമ്മി എന്ന കവിത. അരിയ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക ശാഖകളാണ് സഭകൾ. കേരള ലിംഗൺ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1938 മാർച്ച് 23 53-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. ശ്രീ വേലിക്കുട്ടി അരയൻ ആയുർവേദം, അലോപ്പതി, ഹോമിയോ എന്ന വ്യത്യസ്ത തുറകളിലൂടെ വൈദ്യശാസ്ത്രവും സമുദ്രവിജ്ഞാനീയം, നിയമം തുടങ്ങിയ മറ്റു വിജ്ഞാന മേഖലകളും സ്വന്തമാക്കി. കവി, സാഹിത്യകാരൻ, വിമർശകൻ, സാമൂഹിക പരിഷ്കർത്താവ്, ശാസ്ത്രജ്ഞൻ, ചരിത്ര പണ്ഡിതൻ, പത്രാധിപർ എന്നീ നിലകളിൽ പ്രശസ്തനായ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ഡോക്ടർ വി വേലിക്കുട്ടി അരയൻ. 1894 മാർച്ച് 11 കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്തുള്ള ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ആലപ്പാട് എന്ന കടൽത്തീര ഗ്രാമത്തിലാണ് വേലിക്കുട്ടി അരയൻ ജനിച്ചത്. പിതാവ് വേലായുധൻ വൈദ്യർ, മാതാവ് വെളുത്ത കുഞ്ഞമ്മ. കടൽ ഭിത്തികൾക്ക് പകരം തീരത്തിനടുത്തു നിന്ന് മണലെടുത്ത്, അതായത് ട്രഡ്ജ് ചെയ്ത് തീരത്ത് നിക്ഷേപിച്ച് തിരമാലകളുടെ ശക്തി കുറച്ച് തീരം സംരക്ഷണം നടത്തുവാനുള്ള ലാൻഡ് റീക്ലമേഷൻ സ്കീം ഇദ്ദേഹം 1952 തന്നെ ഗവൺമെൻറ്റിന് സമർപ്പിച്ചിരുന്നു. ശരിയായിരിക്കൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഫൗണ്ടേഷനുണ്ട്. കെ കുഞ്ചുപിള്ള പണിക്കർ സംസ്കൃത ഭാഷാ പണ്ഡിതനും സംസ്കൃത പ്രചാരകനും വാഗ്മിയും അധ്യാപകനും കവിയുമായിരുന്നു പണ്ഡിറ്റ് കെ പണിക്കർ. വേദോപനിഷത്തുകൾ, അലങ്കാരശാസ്ത്രം, ദാമ്പത്യശാസ്ത്രം, ഭഗവത്ഗീത, കാളിദാസ കൃതികൾ, ശ്രീ ശങ്കരാചാര്യ ദർശനങ്ങൾ, പരസ്പര ഖണ്ഡിതങ്ങളായ ആധ്യാത്മിക ഭൗതികവാദ ദർശനങ്ങൾ തുടങ്ങി സംസ്കൃതത്തിലെ പ്രശസ്തമായ മിക്ക ഗ്രന്ഥങ്ങളും അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. അതുപോലെ തന്നെ കുമാരനാശൻ്റെ വീണപൂ പോലുള്ള കൃതികൾ മലയാളത്തിൽ നിന്നും സംസ്കൃതത്തിലേക്ക് മൊഴിമാറ്റം നടത്തി. ഒരു ഉപാസന പോലെ സംസ്കൃത ഭാഷയുടെ പ്രചാരണത്തിനും അധ്യാപനത്തിനും ഒഴിഞ്ഞുവെച്ച ഋഷി തുല്യമായ ആ ജീവിതത്തെ ആദരിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അപാരമായ സംസ്കൃത ജ്ഞാനം ഉണ്ടായിരുന്ന അദ്ദേഹവും തീരദേശവാസിയായ ഒരു ധീവര സമുദായത്തിൽപ്പെട്ട ഒരു അംഗമാണെന്നതിൽ വളരെയേറെ അത്ഭുതം തന്നെ എന്ന് തന്നെ പറയാം. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും നിയമസഭാ സാമാജികനും തൊഴിലാളി നേതാവുമായിരുന്നു പി.കെ. ഡീവർ. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പുരയിടത്തിൽ കൃഷ്ണൻ ഡീവർ എന്നാണ്. തേവര പുത്തൻ പുരയിടത്തിൽ അയ്യപ്പൻ, നെടുമങ്ങാട് കളത്തിൽപ്പറമ്പിൽ വെങ്കു കുഞ്ഞമ്മ എന്നിവരാണ് മാതാപിതാക്കൾ. എറണാകുളം മഹാരാജാസ് കോളേജിലാണ് ഇദ്ദേഹം പഠിച്ചത്. പഠനത്തിടെയാണ് ഡീവർ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചത്. ധീവരൻ എന്നായിരുന്നു അദ്ദേഹം സ്വീകരിച്ച പേരെങ്കിലും ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ബ്രിട്ടീഷ് റെസിഡൻറ്റ് അത് ഡീവർ എന്ന് ആക്കി മാറ്റുകയായിരുന്നു. മാർമറിക്കൽ സമരത്തിൽ ഇദ്ദേഹം പങ്കാളിയായിരുന്നു. കൊച്ചി പ്രജാമണ്ഡലത്തിലൂടെ സ്വാതന്ത്ര്യ സമരത്തിലും ജനാധിപത്യ ഭരണത്തിനും വേണ്ടിയുള്ള സമരത്തിലും പങ്കെടുത്തു. കൊച്ചി ടാറ്റ കമ്പനിയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ട്രേഡ് യൂണിയൻ രംഗത്തും പ്രവർത്തിച്ചു തുടങ്ങി. അതിനുശേഷം KSCB, എക്സിക്യൂട്ടീവ് എംപ്ലോയീസ് യൂണിയൻ തുടങ്ങിയ നിരവധി തൊഴിലാളി സംഘടനകളുടെ നേതൃത്വം വഹിച്ചു. കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുക്കൊച്ചി രൂപീകരണത്തിനെ തുടർന്ന് തിരുക്കൊച്ചി നിയമസഭയിലും അംഗമായി. ആദ്യത്തെ തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവിതാംകൂർ ചെമ്മീൻ വ്യവസായ സഹകരണ സംഘം, ഗുണ്ടു ഐലൻഡ് കയർ വർക്കേഴ്സ് സഹകരണ സംഘം തുടങ്ങിയ നിരവധി സഹകരണ പ്രസ്ഥാനങ്ങളിൽ നേതൃത്വം വഹിച്ചു. അഖില കേരള ധീവര സഭയുടെ രൂപീകരണത്തിലും പങ്കാളിയായിരുന്നു. ഹരിജൻ എന്ന ദ്വൈവാരികയുടെ പ്രസിദ്ധീകരണത്തിൽ KP വള്ളോൻ എന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. 1993 ഏറ്റുമാർ സോമദാസൻ രചിച്ച ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഡീവർ എന്ന കർമ്മധീരൻ എന്ന പേരിൽ കൊച്ചിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. K. രാഘവൻ മാസ്റ്റർ 1913 ഡിസംബർ 2 കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ തലായി എന്ന സ്ഥലത്ത് കർണാടക സംഗീത പാരമ്പര്യവും ഇല്ലാത്ത ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ കൃഷ്ണൻ
കുപ്പച്ചി ദമ്പതിമാരുടെ മകനായി ജനിച്ചു. ഇദ്ദേഹം സ്വന്തം താല്പര്യവും അഭിരുചിയും കാരണം സംഗീത ലോകത്ത് എത്തുകയായിരുന്നു. നാട്ടിലെ പ്രമുഖ സംഗീതജ്ഞനായിരുന്ന PS നാരായണ അയ്യരുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു. സംഗീത പഠനത്തിന് ശേഷം ആകാശവാണിയിൽ സംഗീത വിഭാഗത്തിൽ ജീവനക്കാരായി. കേരളത്തിനകത്തും പുറത്തും നിരവധി ആകാശവാണി നിലയങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട്. 100ാം പിറന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിക്കെ 2013 ഒക്ടോബർ 19 ശനിയാഴ്ച പുലർച്ചെ 5 മണിയോടാണ് തലശ്ശേരി ഇന്ദിരാഗാന്ധി സ്മാരക ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം അന്തരിക്കുകയുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് യശോദയാണ്. അവർ പരേതിയായി. വീണാധാരി, മുരളീധരൻ, കനകാംബരൻ, ചിത്താംബരി, ഭാഗീശ്വരി എന്നിവരാണ് മക്കൾ. 2010 അദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. JC ഡാനിയൽ പുരസ്കാരം, മികച്ച സംഗീത സംവിധാനമുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, സ്വരലയ യേശുദാസ് അവാർഡ്, MG രാധാകൃഷ്ണൻ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ്, കേരള സംസ്ഥാന നാടക അവാർഡ്, നാടകത്തിൻ്റെ സംഗീത സംവിധാനത്തിൻ്റെ അവാർഡ്, ഖത്തർ ACRCയുടെ വക ബാബുരാജ് അവാർഡ്, കമുകറ അവാർഡ്, സിനി മ്യൂസിഷ്യൻ അവാർഡ് എന്നീ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം പുള്ളിമാനാണ്. 1951. സിനിമകളുടെ എണ്ണം 65 എണ്ണമുണ്ട്. ഗാനങ്ങളുടെ എണ്ണം 405. സംസ്ഥാന അവാർഡുകൾ 2. ഗാനങ്ങൾ ഓർമ്മയിലെത്തുന്ന നിരവധി ഗാനങ്ങളുണ്ടല്ലോ. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ, എല്ലാവരും ചൊല്ലണം, നാഴിയൂരി പാലം കൊണ്ട്, ഹൃദയത്തിൽ പ്രണാമം, ഏകാന്ത കാമുക, നീ മനോരഥം, ശ്യാമസുന്ദര പുഷ്പമേ, അങ്ങനെ നിരവധി ഗാനങ്ങൾ എഴുതിയ അതുല്യനായൊരു സംഗീതജ്ഞനായിരുന്നു ഈ ധീബര സമുദായത്തിലുള്ള ശ്രീ K. രാഘവൻ മാസ്റ്റർ. കൊല്ലം ജില്ലയിലെ കടൽത്തീര ഗ്രാമമായ പറയകടവിലെ ഇപ്പോൾ അമൃതപുരി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബമായ ഇടമണ്ണയിൽ വീട്ടിൽ സുഗുണാനന്ദൻ്റെയും ദമയന്തിയുടെയും മകളായി 1953 സെപ്റ്റംബർ 27 ജനിച്ചു. സുധാമണി എന്നായിരുന്നു ആദ്യകാല നാമം. സുഗുണാനന്ദൻ, ദമയന്തി ദമ്പതികൾക്ക് സുധാമണി അടക്കം 9 മക്കളുണ്ടായിരുന്നു. അതിൽ 2 മക്കൾ മരിച്ചുപോയി. 5ാം വയസ്സിൽ സ്രായിക്കാട് സ്കൂളിൽ സുധാമണി പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു. സുധാമണിയെ 1ാം ക്ലാസ്സിൽ ചേർത്തു. 4ാം ക്ലാസ്സിന് ശേഷം സ്കൂളിൽ പോകാൻ വിസമ്മതിച്ച സുധാമണി വിവാഹ ജീവിതവും വേണ്ടെന്ന് വെച്ചു. ധ്യാനം ഇഷ്ടപ്പെടുന്ന അവർ ചെറുപ്പം തൊട്ടേ ആരാധകരെ ആലിംഗനം ചെയ്ത് തുടങ്ങുകയും ആത്മീയമായ ഒരു പരിവേഷത്തിലേക്ക് എത്തുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള അമൃതാനന്ദമയി ശിഷ്യന്മാർ ചേർന്ന് രൂപീകരിച്ചാണ് മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ്. ഈ സ്ഥാപനം ലോകത്ത് പലയിടങ്ങളായി 200-ലേറെ ആശ്രമങ്ങൾ, അനാഥ മന്ദിരങ്ങൾ, പ്രൈമറി സെക്കൻഡറി സ്കൂളുകൾ, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ കോളേജുകൾ, ആശുപത്രികൾ എന്നിവ സ്ഥാപിച്ചു പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളായി 25,000 വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ ഗോപാലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന ധീബര യുവതിയെ വിവാഹം ചെയ്തു. കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സസുഖം ജീവിക്കവേ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയശക്തനാവുകയും ചെയ്തു. കണ്ണകിയെ മറന്ന കോവലൻ തൻ്റെ സ്വത്ത് മുഴുവൻ മാധവിക്ക് വേണ്ടി ചിലവാക്കി ഒടുവിലെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് കണ്ണകിയുടെ അടുത്തെത്തുകയും ചെയ്തു. കണ്ണകിക്ക് രത്നങ്ങൾ പതിച്ച 2 ചിലമ്പുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ അത് വിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. പാണ്ഡ്യരാജാവായ നെടുംചേഴിയനായിരുന്നു ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത്. ഈ സമയത്ത് രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയിരുന്നു. കണ്ണകിയുടെ ചിലമ്പ് അവരുടേതാണെന്ന് തെറ്റിദ്ധരിക്കുകയും ഈ കോപാലനെ അവർ രാജധാനിയിലെത്തിച്ച് മോഷണ കുറ്റം ആരോപിച്ച് ശിരച്ഛേദം ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ കണ്ണകി ദേവി കൊട്ടാരത്തിലെത്തി പൊട്ടിത്തെറിക്കുകയും തൻ്റെ ചിലമ്പ് പൊട്ടിച്ചെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതറുകയും ചെയ്തു. എന്നാൽ റാണിയുടെ ചിലമ്പിൽ പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് വെറും മുത്തുകൾ മാത്രമായിരുന്നു. ഇതറിഞ്ഞു രാജാവും റാണിയും പശ്ചാത്താപ വിവശരായി മരണത്തിന് കീഴടങ്ങി. എങ്കിലും ഇതിൽ മതിവരാത്ത കണ്ണകി തൻ്റെ ഒരു മൂല പറിച്ചെറിഞ്ഞ് മധുരയിലേക്ക് നഗരം മുഴുവൻ വെന്തു വെണ്ണീറാകട്ടെ എന്ന് ശപിച്ചു. കണ്ണകിയുടെ പാതിപത്യത്താൽ ആ ശാപം സത്യമായി. തീയിൽ വെന്ത മധുരയിൽ കനത്ത ആൾനാശവും ധനനഷ്ടവും ഉണ്ടായി. നഗരദേവതയായ മധുര മീനാക്ഷിയുടെ ആ അപേക്ഷയനുസരിച്ച് കണ്ണകി തൻ്റെ ശാപം പിൻവലിച്ചു. കണ്ണകിക്ക് മോക്ഷം ലഭിച്ചു. ഈ കഥ ഇളങ്കോ അടികൾ ചിലപ്പതികാരം എന്ന മഹാകാവ്യമായി എഴുതിയിട്ടുണ്ട്. കേരളീയ സംസ്കാരത്തിൽ കണ്ണകിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചരിത്രവും സാംസ്കാരികമായ തലങ്ങളിൽ അവയെ ദർശിക്കാവുന്നതാണ്. വിശ്വാസികൾ ഭദ്രകാളിയുടെ അവതാരമായി കണ്ണകിയെ കണക്കാക്കുന്നു. കണ്ണകിയുടെ ക്ഷേത്രം ചേരമൻ ചെങ്കുട്ടവൻ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്. ഇടുക്കി ജില്ലയിലെ കുമളിയിലുള്ള അതിപുരാതനമായ മംഗളാദേവി ക്ഷേത്രവും ചേരൻ ചെങ്കുട്ടവൻ നിർമ്മിച്ചതായി കരുതുന്നു. മധുര മീനാക്ഷിയുടെ അപേക്ഷപ്രകാരം മോക്ഷപ്രാപ്തിക്കായി കൊടുങ്ങല്ലൂരെത്തിയ കണ്ണകി വടക്കേ നടയിൽ വെച്ച് ഭദ്രകാളിയായി ലയിച്ചതായി പറയപ്പെടുന്നു. കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ ഇത് പറയുന്നുണ്ട്. ഭഗവാൻ വേദവ്യാസൻ
പരാശരമുനിക്ക് കാളി അഥവാ സത്യവതി എന്ന മുക്കുവ സ്ത്രീയിൽ ജനിച്ചതാണ് കൃഷ്ണൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട കൃഷ്ണദ്വൈപായനൻ. ഈ പേര് വരാൻ കാരണം ജനനം ഒരു ദ്വീപിലായിരുന്നു എന്നായിരുന്നത്രേ. ജനിച്ചയുടൻ തന്നെ വളർന്ന് യോഗനിഷ്ഠനായ ഇദ്ദേഹം മാതാവിൻ്റെ അനുവാദത്തോട് തപസ്സിനായി പുറപ്പെട്ടു. പുരാണങ്ങളിൽ അനശ്വരമെന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് വേദവ്യാസൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം രണ്ട് വശങ്ങളായി ദർശിക്കാം. ആധ്യാത്മികം എന്നും ഭൗതികമെന്നും പറയാം. ജനിച്ച ഉടൻ തന്നെ തപസ്സിനായി പോയ ഇദ്ദേഹം അനേക വർഷങ്ങൾക്ക് ശേഷം സരസ്വതി നദീ തീരത്ത് പ്രത്യക്ഷനാവുന്നു. അവിടെ തപസ് ചെയ്യവേ ആശ്രമതീരത്ത് കുരുവിക്കുഞ്ഞുങ്ങളെ അവയുടെ മാതാപിതാക്കൾ അതീവ ശ്രദ്ധയോട് പരിചരിക്കുന്നത് കാണാനിടയെ സ്നേഹത്തിന് മാത്രം വേണ്ടിയുള്ള നിഷ്കളമായ ഈ വാത്സല്യം കണ്ട ഇദ്ദേഹം അത്യന്തം അത്യുപയോഗത്താൽ ദുഃഖിതനായി. നാരദ ഉപദേശപ്രകാരം ദേവിയെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്താൻ നിശ്ചയിച്ചു. തപസ്സിന് വിഘ്നം വരുത്തുക എന്ന ഉപദേശത്തോട് കൃതാജി എന്ന അപ്സര സ്ത്രീ ഒരു പഞ്ചവർണ്ണക്കിളിയുടെ രൂപമെടുത്ത് ഇദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ പറന്നുപോയി. കിളിയുടെ സൗന്ദര്യത്തിൽ ആകർഷണനായ മഹർഷിക്ക് കടഞ്ഞുകൊണ്ടിരുന്ന അരണിയിൽ നിന്നും ഒരു പുത്രൻ ജനിച്ചു. ശുകത്തെ മോഹിച്ചപ്പോൾ ഉണ്ടായ പുത്രൻ എന്ന നിലയ്ക്ക് സുപുത്രനെ ശുകൻ എന്ന് നാമകരണം ചെയ്തു. കാലങ്ങൾക്ക് ശേഷം വിവാഹിതനായ ശുകൻ പിതാവിനെയും കുടുംബത്തെ ഉപേക്ഷിച്ച് തപസ്സിന് ചെയ്യാനായി പുറപ്പെട്ടു. മനോവിഷമത്താൽ അവശനായ വ്യാസൻ അതേസമയം തൻ്റെ മാതാവിനെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ഹസ്തിനപുരിയിലേക്ക് തിരിക്കുകയും ചെയ്തു. ഈ സമയത്ത് സ്വന്തം മാതാവായിരുന്ന സത്യവതി എന്ന കാളി ശന്തനു മഹാരാജാവ് ഹസ്തനപുരിയിലെ ശന്തനു മഹാരാജാവ് രണ്ടാമതായി വിവാഹം ചെയ്തിരുന്നു. ആദ്യ വിവാഹത്തിലായിരുന്ന ഗംഗാദേവി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ സത്യവതിയായ മാതാവിനെ വിവാഹം ചെയ്യുന്നത്. അതിൽ വിചിത്രവീരൻ, ചിത്രാംഗതൻ എന്നീ പുത്രന്മാർ പിറക്കുകയും ചെയ്തു. സന്താനങ്ങളില്ലാത്ത ഈ പുത്രന്മാരെല്ലാം വീണ്ടും മരണമടയപ്പെട്ടു. ശബ്ദത്താൽ രാജ്യഭരണം ഉപേക്ഷിച്ച് ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ ദേവവ്രതനു ശേഷം രാജ്യഭരണത്തിന് അവകാശികളില്ലാതിരിക്കെ വ്യാസൻ ഹസ്തിനപുരിയിലെത്തി. വ്യാസനിൽ നിന്നും അംബിക, അംബാലിക എന്നിവർക്ക് ധൃതരാഷ്ട്രർ, പാണ്ഡു എന്നീ പുത്രന്മാർ ജനിച്ചു. ഇവരിൽ നിന്ന് കൗരവരും പാണ്ഡവരും പിറന്നു. കൂടാതെ കൊട്ടാരത്തിലെ ദാസിയിൽ നിന്ന് വിതുരരും പിറന്നു. അംബിക വ്യാസരുടെ രൂപം കണ്ട് സംഗമ സമയത്ത് കണ്ണടച്ചു കളയാൽ ധൃതരാഷ്ട്രർ അന്ധനായും, അംബാലിക വ്യാസന്റെ രൂപം കണ്ട് അറപ്പ് തോന്നിയാൽ പാണ്ഡു എന്ന വികൃതനായ ഒരു പുത്രനും പിറന്നതായിട്ടാണ് ഐതിഹ്യം പറയുന്നത്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, മഹാഭാരതത്തിൻ്റെ ഉത്ഭവം പോലും വ്യാസനിൽ നിന്ന് തന്നെ എന്ന് തന്നെ പറയണം. വ്യാസനാണെങ്കിൽ കേവലം ഒരു മുക്കുവ സ്ത്രീയായ കാളി എന്ന് പറയുന്ന സത്യവതിയുടെ മകനും.